ഇസ്രായേൽ സൈന്യത്തിനും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദേക്കുമെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ രാജ്യത്തെ ആരെങ്കിലും ഉപദ്രവിച്ച വ്യക്തികളെ എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും പിടികൂടുക എന്നുള്ളത്. അതിനായി എത്ര സമയമാണെങ്കിലും മാറ്റിവെക്കാനും അവർ തയ്യാറാണ്. മ്യൂണിക് ഒളിമ്പിക്സ് നടന്ന സമയത്ത് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് ഇരച്ചുകയറി എത്തി ഇസ്രായേൽ കായിക താരങ്ങളെ കൊന്ന ഫലസ്തീൻ തീവ്രവാദികളെ എത്രയോ കാലമെടുത്താണ് അവർ ഓരോരുത്തരെയായി വകവരുത്തിയത്. അത്രയും ശക്തമാണ് അവരുടെ സൈനിക ബലം. അതുപോലെ തന്നെയാണ് മൊസാദെ എന്ന ഇന്നും ആർക്കും ഒരു തരത്തിലും പിടികൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള വൻ സംവിധാനങ്ങളുള്ള ചാരസംഘടനയായ മൊസാദ്. ഏതാണ്ട് 10 വർഷം മുമ്പ്, അതായത് 2014 5 ഇസ്രായേൽ സൈനികരെ കൊന്നുതള്ളിയ ഹമാസ് തീവ്രവാദിയെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത്. ഇയാൾക്കായി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ഇവർ തെരച്ചിൽ നടത്തുകയായിരുന്നു. മെഹ്മൂദ് ഇബ്രാഹിം ഹസൻ അബു ഹിസിര എന്നാണ് ഇയാളുടെ മുഴുവൻ പേര്. അബു ഹിസിര എന്നാണ് ഇയാൾ പൊതുവെ അറിയപ്പെടുന്നത്. ഈ അബു ഹിസിരയും അയാളുടെ കൂട്ടാളികളും ചേർന്ന് 2014 അതീവ രഹസ്യമായി ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ വഴി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു. തുടർന്നാണ് ഇവർ അന്ന് ആക്രമണം ആരംഭിച്ചത്. 2023 നടന്ന ഹമാസ് ആക്രമണത്തിൻ്റെ മുന്നോടിയായിരുന്നു ഈ ആക്രമണമെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇവർ ആദ്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന ഒരു സുരക്ഷാ സൈനികനെ അതിക്രൂരമായി മുറിവേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ നടത്തിയ വെടിവെപ്പിൽ അതുപോലെ തന്നെ റോക്കറ്റ് പ്രയോഗത്തിലൊക്കെ തന്നെ 5 ഇസ്രായേൽ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അബു ഹിസ്രയെ പിടികൂടുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം വർഷങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് അയാളെയും ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിനെ ഉപദ്രവിച്ചവരെ, ഇസ്രായേൽ ജനതയെ ദ്രോഹിച്ചവർ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെ പിടികൂടും എന്നുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്.